ലവ് ജിഹാദിനെ വേരോടെ ഉന്മൂലനം ചെയ്യാൻ ഒരുങ്ങി മഹാരാഷ്ട്ര സർക്കാർ. ഈ അടുത്ത കാലത്തായി നിരന്തരം ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പുറത്തുവരുന്നതും. ഇത്തരത്തിലുള്ള മതപരിവർത്തനം തടയാൻ ലവ് ജിഹാദ് ബിൽ കൊണ്ടുവരുമെന്നാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അറിയിച്ചിരിക്കുന്നതും. ലവ് ജിഹാദ് പരാതികൾ പരിശോധിക്കുന്നതിനായി മഹാരാഷ്ട്ര സർക്കാർ ഒരു 7-അംഗ കമ്മിറ്റിയാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നതും. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ DGP ആണ്. മഹാരാഷ്ട്രയിലെ നിലവിലുള്ള സ്ഥിതിഗതികൾ പഠിക്കുകയും ലവ് ജിഹാദ്, വഞ്ചനാപരമായ അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനം എന്നിവയെക്കുറിച്ച് ലഭിക്കുന്ന പരാതികൾ, പരിഹാര നടപടികൾ ശുപാർശ ചെയ്യുകയും നിയമപരമായ വശങ്ങൾ പരിശോധിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള നിയമങ്ങൾ പഠിക്കുകയും നിയമപ്രകാരം ശുപാർശകൾ നൽകുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ചുമതലയായി പറയപ്പെടുന്നതും. അതേസമയം കുറച്ചധികം വർഷമായി ഈ ബിൽ നടപ്പിലാക്കാൻ മഹാരാഷ്ട്ര സർക്കാർ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. ഒരിക്കൽ ഈ വിഷയത്തിൽ ദേവേന്ദ്ര ഫട്നാവിസ് നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു: പെൺകുട്ടികൾ വിവാഹം കഴിക്കുകയും മതം മാറുകയും ചെയ്യുന്ന നിരവധി കേസുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനെതിരെ നിയമം നിർമ്മിക്കണമെന്ന് എല്ലാ കോണുകളിൽ നിന്നും ആവശ്യമുയരുന്നുണ്ട്. നേരത്തെ ഞാൻ സഭയിലും ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതനുസരിച്ചുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെ നിയമങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തി വരികയാണ്. തുടർന്ന് മഹാരാഷ്ട്രയിൽ അതിനെക്കുറിച്ച് തീരുമാനമെടുക്കും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതും. അതേസമയം മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസും DGP രശ്മി ശുക്ലയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ദിവസമാണ് ബിൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി പരാതികൾ പരിശോധിക്കുവാനും പഠിക്കുവാനുമായി ഒരു സമിതിയെ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നീക്കം നടത്തിയതും. ആഭ്യന്തരം, നിയമം, നീതി, സാമൂഹിക നീതി, വനിതാ ശിശു വികസനം എന്നീ വകുപ്പുകളിൽ നിന്നുള്ള 7 അംഗങ്ങളാണ് കമ്മിറ്റിയിലുള്ളത്. ലവ് ജിഹാദും വഞ്ചനാപരമോ നിർബന്ധിതമോ ആയ മതപരിവർത്തനങ്ങളും അത് തടയുന്നതിനുള്ള നിയമം നടപ്പിലാക്കുന്നതിനെതിരെ സംബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ സംഘടനകളും ചില പൗരന്മാരും നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ ലവ് ജിഹാദും വഞ്ചനാപരമോ നിർബന്ധിതമോ ആയ മതപരിവർത്തനങ്ങളും തടയുന്നതിന് നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുമുണ്ട്. അതനുസരിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലെ നിലവിലുള്ള സാഹചര്യം പഠിക്കുകയും ലവ് ജിഹാദ്, വഞ്ചനാപരമോ നിർബന്ധിതമോ ആയ മതപരിവർത്തനങ്ങൾ സംബന്ധിച്ച് ലഭിച്ച പരാതികൾ, നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്യുക, മറ്റ് സംസ്ഥാനങ്ങളിലും നിയമം പഠിപ്പിക്കുക, നിയമത്തിന്റെ കരട് തയ്യാറാക്കുകയും നിയമപരമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഒരു പ്രത്യേക സമിതി രൂപീകരിക്കുകയും ചെയ്യുക എന്നതാണ് സർക്കാരിന്റെ പരിഗണനയിലുള്ളതും. അതനുസരിച്ചുകൊണ്ട് മുംബൈയിലെ മഹാരാഷ്ട്ര സംസ്ഥാന പോലീസ് ഡയറക്ടർ ജനറലിന്റെ അധ്യക്ഷതയിൽ ഒരു പ്രത്യേക സമിതി തന്നെ രൂപീകരിക്കുന്നു. വെള്ളിയാഴ്ച പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെയാണ്: കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് നിശ്ചിത സമയപരിധിയില്ല. ഭരണകക്ഷിയായ മഹായുതി സഖ്യം തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ലവ് ജിഹാദ് വിഷയം ഉന്നയിച്ചിരുന്നു. അതേസമയം ഹിന്ദു സ്ത്രീകളെ വിവാഹത്തിലൂടെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ മുസ്ലിം പുരുഷന്മാർ ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്ന് ആരോപിക്കാൻ വലതുപക്ഷ പ്രവർത്തകരും സംഘടനകളും ഉപയോഗിക്കുന്ന പദമാണ് ലവ് ജിഹാദ്. അതുപോലെ തന്നെ മലയാളത്തിലെ ഒരു ദിനപത്രത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ആദ്യമായി തന്നെ പ്രത്യക്ഷപ്പെടുന്നതും. പിന്നീട് കർണാടകയിലെയും കേരളത്തിലെയും ഹിന്ദു ജനജാഗൃതി സമിതി, ക്ഷേത്ര സംരക്ഷണ സമിതി തുടങ്ങിയ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട ആരോപണവുമായി രംഗത്ത് വന്നതോടെ തന്നെ ഈ വിവാദം വളരെയധികം ചൂടുപിടിക്കുകയായിരുന്നു. മുസ്ലിം പുരുഷനും അമുസ്ലിം സ്ത്രീയും തമ്മിലുള്ള മതപരിവർത്തനത്തിന് വേണ്ടിയെന്ന് ആരോപിക്കപ്പെടുന്ന വിവാദപരമായ പ്രണയബന്ധങ്ങളെ സൂചിപ്പിക്കാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ലവ് ജിഹാദ് എന്ന പദം ഉപയോഗിക്കുന്നതും. ലവ് ജിഹാദിനെ കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നതും മലയാളത്തിലെ തന്നെ ഒരു ദിനപത്രമാണ്. ഈ അന്വേഷണാത്മക വാർത്തയാണ് പിന്നീട് മറ്റു മാധ്യമങ്ങളും ഏറ്റുപിടിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.